ആചാര്യ സെന്റർ ഫോർ സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സിന്റെ ആദ്യ ചാപ്റ്ററായ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസുകളെന്നും അതിന്റെ സ്ഥാനങ്ങളും ടേമുകളും തമ്മിലുള്ള ബന്ധവും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്ന ഇവിടെയായിരുന്നു. രണ്ട് ടേമുകൾ എക്സ് എന്നും എക്സ് എമ്മും രണ്ട് ടേമുകളാണ്. എന്നും എമ്മും അതിന്റെ പൊസിഷനുമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബന്ധം ഇതായിരുന്നു. എക്സ് എൻ മൈനസ് എക്സ് എം ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു എൻ മൈനസ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തിനു തുല്യമായിരിക്കും? സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്നും പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. എക്സ് എൻ മൈനസ് എക്സ് എം ഡിവൈഡ് ബൈ എൻ മൈനസ് എന്ന് പറയുമ്പോൾ പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. ഈ ഇക്വേഷൻ മറന്നു പോകാൻ പാടില്ല. നമുക്ക് ഈ ഇക്വേഷൻ ഈ ചാപ്റ്ററിന്റെ അവസാനം വരെയും വേണ്ടതാണ്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് എം ഡിവൈഡ് ബൈ എൻ മൈനസ് 1. ഓക്കെ, നമ്മൾ ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു പുതിയൊരു ബന്ധവും കൂടെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു സമാന്തര ശ്രേണി നിങ്ങളുടെ മുമ്പിലുണ്ട്. 19, 28, 37 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണികളാണ്. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ നമുക്കറിയാം. അതായത് തൊട്ട് മുന്നിലുള്ള പദത്തിൽ നിന്ന് പിന്നിലുള്ള പദം കുറയ്ക്കുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. 28 മൈനസ് 19 അല്ലെങ്കിൽ 37 മൈനസ് 28 ചെയ്താൽ മതി. 9 അതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഓക്കെ, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏത് രണ്ട് പദങ്ങളുടെ വ്യത്യാസം, ഈ ശ്രേണിയുടെ അല്ലെങ്കിൽ ഈ സീക്വൻസിന്റെ ഏത് രണ്ട് ടേമുകൾ എടുത്ത് നിങ്ങൾ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാലും അത് എല്ലായ്പ്പോഴും 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ 37ഉം 19ഉം നമ്മൾ ഡിഫറൻസ് എടുത്തു നോക്കാം. 37ഉം 19ഉം നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 18 ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ ഇതും എഴുതി പോകുമ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ് ഓഫ് ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം പൊതുവ്യത്യാസമായ 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഈ ഒരു ആശയം ഞാൻ പറയാൻ കാര്യം, ഇവിടെ വരാൻ ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. 19, 28, 37 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയിൽ 1000 അല്ലെങ്കിൽ 1000 ഒരു ടേം ആകുമോ എന്നൊരു ചോദ്യം ചോദിക്കാം. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പലതവണയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതാണ്. ടേമുകൾ തമ്മിലുള്ള ബന്ധവും സ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധവും വെച്ചാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നോക്കുക, നമുക്കറിയാം 1000 ഒരു പദമാണെന്ന് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് 1000 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ 1000 എന്ന് പറയുന്ന പദവും അതിന്റെ ഒന്നാമത്തെ പദമായ 19 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 981. ഓക്കെ, 1000 ഈ സീക്വൻസിന്റെ പദമാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസമായ 981 എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ആണ്. 981നെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ 109 കിട്ടി. മീൻസ് 9 ഇൻറ്റു 109 അല്ലെങ്കിൽ 109 ഇൻറ്റു 9 എന്ന് പറഞ്ഞതാണ് 981. 981 പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 9. സോ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ സീക്വൻസിലെ പദമാണെന്ന് കിട്ടി. ഇനി എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ഒന്നാമത്തെ പദം തമ്മിലുള്ള വ്യത്യാസമാണ് 981 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പദവും അതായത് 1000വും തമ്മിലുള്ള ബന്ധമാണ് 981 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പദത്തിൽ നിന്നും 109 പ്രാവശ്യം 9 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1000 കിട്ടുന്നത്. ഒന്നാമത്തെ പദമായ 19ൽ നിന്നും 109 പ്രാവശ്യം 9 കൂട്ടുമ്പോഴാണ് 1000 കിട്ടുന്നതെങ്കിൽ 1000ത്തെ എനിക്ക് പറയാൻ സാധിക്കും 109 പ്ലസ് 1 110ാമത്തെ പദമായിരിക്കും. സോ 1000 ഈസ് 1/10 ടേം ഓഫ് ദി സീക്വൻസ്. 110ാമത്തെ പദമാണ്. ഒരു ടേം തന്നിട്ട് അത് പദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കി. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറൊന്നുമല്ല, കോമൺ ഡിഫറൻസ്, പദവ്യത്യാസം ഇവ തമ്മിലൊരു ബന്ധമാണ് പറഞ്ഞത്. ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിന്റെ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും?
ആ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. അതായത് 24, 42, അതായത് രണ്ടാം പദവും മൂന്നാം പദവും തന്നിട്ടുണ്ട്. അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടേമും ഇല്ല, ഫോർത്ത് ടേമും ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദ സീക്വൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. സമാന ശ്രേണികൾ പൂർത്തിയാക്കുക. ഇപ്പൊ ഒന്നാം പദം ഇല്ല, കണ്ടുപിടിക്കാൻ എളുപ്പം. അടുത്തടുത്ത് 2 പദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. എത്ര വരും? 42 - 24 = 18. അപ്പൊ അതാണ് അതിന്റെ പൊതുവ്യത്യാസം. അപ്പൊ അതിന്റെ ആദ്യ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 24 - 18 കുറച്ചാൽ മതി, 6 വരും. അപ്പൊ ആ സീക്വൻസ് എളുപ്പത്തിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈം 6, ഫോർത്ത് ടൈം എന്ത് ചെയ്താൽ മതി? 42ന്റെ കൂടെ എത്ര കൂട്ടണം? 18 കൂട്ടണം. അപ്പൊ 60. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24-42. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യ പദമുണ്ട്, രണ്ടാം പദമില്ല, മൂന്നാം പദമില്ല, പക്ഷെ നാലാം പദമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ടേമുകൾ കണ്ടുപിടിക്കണം. ബാക്കി 2 പദങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം അടുത്തടുത്ത് 2 പദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഏതൊരു സമാന ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് കംപ്ലീറ്റ് ആക്കാൻ ചോദിച്ചു കഴിഞ്ഞാലും കോമൺ ഡിഫറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഉണ്ടാവണം. പൊതുവ്യത്യാസവും വേണം. പൊതുവ്യത്യാസം കഴിഞ്ഞ പിന്നെ ആദ്യ പദവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ശ്രേണി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പൊതുവ്യത്യാസം വേണം. അപ്പൊ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തൊട്ട് മുമ്പത്തെ സെക്ഷൻ നമ്മൾ പഠിച്ചു. d = xn - xm / n - m. ഓക്കെ, അപ്പൊ നോക്കാം. അത് നോക്കി, x4 - x1 വേറൊന്നുമല്ല, തന്നിരിക്കുന്ന ടേമുകൾ നമ്മൾ വ്യത്യാസമാണ്. x4 എന്ന് പറഞ്ഞാൽ 42, x1 എന്ന് പറഞ്ഞാൽ 24 ആണ്. അത്ര തന്നെയാണ്. അവരുടെ പദങ്ങൾ നമ്മൾ വ്യത്യാസം 18 തന്നെയാണ്. 4 - 4, ദാറ്റ് മീൻസ് ദ ടേമുകൾ, നാലാമത്തെ ടേമും ഒന്നാമത്തെ ടേമും അവ തമ്മിലുള്ള വ്യത്യാസം, പൊസിഷനുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നാലാമത്തെയും ഒന്നാമത്തെയും ടേം, അതായത് പൊസിഷനുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 4 - 3 എത്രയാണ്? 3. അപ്പം ടേമുകളുടെ വ്യത്യാസമുണ്ട്, പൊസിഷന്റെ വ്യത്യാസമാണ്. അപ്പൊ കോമൺ ഡിഫറൻസ് d = 18 / 3 = 6. എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആടി പോയാൽ മതി. 30, 36 എക്സെട്ര. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സമാന ശ്രേണികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ 2 എക്സാമ്പിൾ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് ആൽജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന ശ്രേണിയുടെ ബീജഗണിത രൂപം. അപ്പം ശ്രേണികളുടെ ബീജഗണിത രൂപമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ കൂടുതൽ ഇനി ആൽജിബ്രയെ കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് എങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്ര എഴുതാം. ആൽജിബ്ര മീൻസ് എന്ത് ടേം എന്ന് പറയുമ്പോൾ ഒരു ശ്രേണിയുടെ ആൽജിബ്ര എന്ന് പറയുമ്പോൾ അതിന്റെ എന്ത് ടേം കണ്ടുപിടിച്ചാൽ മതി. അറിഞ്ഞുകൂടാത്തൊരു പദം, അതിനാണ് എന്നെന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് ടേം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെയും അത് തന്നെയാണ്. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ നോക്കാം. അപ്പം ഫസ്റ്റ് ടേം ഞാൻ വിളിക്കുന്നു എഫ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിന്റെ കോമൺ ഡിഫറൻസിനെ ഞാൻ ഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ nth ടേം അല്ലെങ്കിൽ എന്നാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d × n മീൻസ് dn + f - p. അതാണ് അതിന്റെ ഇക്വേഷൻ. എന്തൊക്കെ മതി? ആദ്യ പദവും പൊതുവ്യത്യാസവും ഉണ്ടെങ്കിൽ എനിക്ക് എന്നാം പദം എഴുതാനുള്ള ഇക്വേഷൻ ആണ്, മറന്നു പോകരുത്, dn + f - d എന്നതാണ്. ഓക്കെ, സംശയമുണ്ടോ? അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = an + b എന്ന് പറയുന്ന ഒരു പൊതുരൂപമാണ്, കോമൺ. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപത്തെ എനിക്ക് എങ്ങനെ എഴുതാം? xn = an + b എന്ന് എഴുതാം. എയും ബിയും ഏതെങ്കിലും 2 സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് പറയുമ്പോൾ ദ ആൽജിബ്രാഫ് ഫോം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ദ ഫോം xn = an + b എന്നാണ്. ഓക്കെ, വേറൊന്നുമില്ല. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ ഏത് ഫോമിലായിരിക്കും നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഏത് ഫോമിലേ വരുള്ളൂ? xn = an + b. എയും ബി ഏതെങ്കിലും സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ഒരു ടേം ഉണ്ടാവാം, n ഇല്ലാത്തൊരു പദവും ഉണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം. an + b എന്നൊരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റിനെ കിട്ടുന്നത്. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും എന്നാം പദം എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് an + b എന്ന് പറയുന്ന ഈ ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് അവസാനം അതിന്റെ ഉത്തരം വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം അടുത്തത്. അപ്പൊ ഇവിടെ നോക്കി, ഈ ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആ പൊതുവായ രൂപം ജനറൽ ഫോമാണ്, nth ടേമിന്റെ ജനറൽ ഫോമാണ്. അതില്
എനിക്ക് എ എന്ന് പറയുന്നത് എന്നിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന നമ്പറിനെ എനിക്ക് വിളിക്കാം ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കാം. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്നാം പദം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈം എഴുതാൻ സാധിക്കും. എളുപ്പമാർഗമാണ്. അപ്പോൾ എന്നാം പദം തന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്നിന്റെ കൂടെ വന്നിരിക്കുന്ന സംഖ്യ ആയിരിക്കും എല്ലായ്പ്പോഴും ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ തന്നിരിക്കുന്ന എയും ബിയും കൂടെ കൂട്ടുവാണെങ്കിൽ എന്ത് വരും? ആ സീക്വൻസിന്റെ അല്ലെങ്കിൽ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം കിട്ടും. ഒരു ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സമാന്തര ശ്രേണിയുടെ എന്നാം പദത്തിൽ നിന്നും എങ്ങനെ കോമൺ ഡിഫറൻസിനെയും എങ്ങനെ ഫസ്റ്റ് ടേമിനെയും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പൊ എല്ലായ്പ്പോഴും എന്നിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യ ആയിരിക്കും കോമൺ ഡിഫറൻസ്. എയും ബിയും കൂടെ കൂട്ടുമ്പോൾ ആയിരിക്കും അതിന്റെ ഫസ്റ്റ് ടേം കിട്ടും. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എക്സ് എൻ ഇസ് ഈക്വൽ ടു 2n+1 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദമാണ് എക്സ് എൻ ഇസ് ഈക്വൽ ടു n+1. നോക്കിയാൽ മതി, അത് ഏത് രൂപത്തിൽ തന്നെയാണ് an+b എന്ന് പറയുന്ന ഫോമിലാണ്. കാര്യം എക്ക് പകരം 2, ബിക്ക് പകരം 1. ഓക്കെ, ഒരു എന്ത് ടേം അല്ലെങ്കിൽ ആൾജിബ്ര കിട്ടി കഴിഞ്ഞാൽ എനിക്ക് സമാന്തര ശ്രേണി ഉണ്ടാക്കാം. സമാന്തര ശ്രേണി ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ടേം വേണം, കോമൺ ഡിഫറൻസ് വേണം. പിന്നെ എന്ത് ചെയ്താൽ മതി? ആ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തന്നേക്കുന്നതിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഫസ്റ്റ് ടൈം എന്തായിരിക്കും? 2+1, അതായത് എയും ബിയുടെ കൂട്ടുന്നതായിരിക്കും 3. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എനിക്ക് എഴുതാൻ സാധിക്കും 3, 5, 7, etc. ഓക്കെ, അപ്പം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്ര കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു, അല്ലെങ്കിൽ എന്ത് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിച്ചു. ആ എന്ത് ടേമിന്റെ ജനറൽ ഫോം എങ്ങനെയാണെന്ന് പഠിച്ചു. ആ ജനറൽ ഫോമിൽ നിന്നും എനിക്ക് എങ്ങനെ ഒരു ആൽജിബ്ര ഉണ്ടാക്കാമെന്നും ഈ സെക്ഷനിൽ നിന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഒരു സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എഫ്, കോമൺ ഡിഫറൻസ് ഡി അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഡിയുമായാൽ, ഇപ്പം നിങ്ങൾ ചിന്തിക്കത്രേ ഉള്ളൂ, ഏതൊരു സമാന്തര ശ്രേണിയെ ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് ഉണ്ടായോ? അതെങ്ങനെയായിരിക്കും? ഓക്കെ, ആ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം എഫും അല്ലെങ്കിൽ ആദ്യ പദം എഫും കോമൺ ഡിഫറൻസ് ഡിയുമാണെങ്കിൽ ആ അരിത്തമെറ്റിക് സീക്വൻസിൽ എനിക്ക് ഇങ്ങനെ പറയാം: ഫസ്റ്റ് ടേം എഫ്, എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d. മീൻസ് നോക്കിയാൽ മതി, ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ എത്ര വരും? സെക്കൻഡ് ടേം കിട്ടും, എഫ് പ്ലസ് ഡി. അതിന്റെ കൂടെ പിന്നെയും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ തേർഡ് ടേം വരും, എഫ് പ്ലസ് 2d. ഓക്കെ, ഇപ്പം അടുത്ത എത്ര വരും? എഫ് പ്ലസ് 3d വരും. ഡി കൂടി കൂടി പോവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ആദ്യ പദവും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ഒരു പൊതുവായ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതാണ്: എഫ്, എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d, എഫ് പ്ലസ് 3d, എക്സെട്ര. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൽജിബ്ര കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു, അതിന്റെ ജനറൽ ഫോം പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? അതിൽ നിന്ന് എങ്ങനെ ഫസ്റ്റ് ടേമിനെയും കോമൺ ഡിഫറൻസിനെയും കണ്ടെത്താമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം പഠിച്ചു. ഓക്കെ, ഒരു ക്വസ്റ്റൻ ആണ്, നോക്കിക്കോളൂ. The 8th term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression of this sequence? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉമാണെങ്കിൽ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ? xn is equal to dn plus f minus d എന്ന് പറയുന്ന ഇക്വേഷനാണ്. അവിടെ ആരൊക്കെ വേണം? കോമൺ ഡിഫറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഉണ്ടാവണം, പിന്നെന്ത് വേണം? ഫസ്റ്റ് ടേം ഉണ്ടാവണം, ആദ്യ പദം ഉണ്ടാവണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, എക്സൈറ്റ് മീൻസ് 8ാം പദം എത്രയാണ്? 12. പറഞ്ഞു x1, x2, x3 എന്നൊക്കെ സൂചിപ്പിക്കുന്നത് പദങ്ങളെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ ടേമുകളെ സൂചിപ്പിക്കുന്നു. അതിന്റെ സഫിക്സ് ആയിട്ട് ഒരു 1ഉം 2ഉം, 1ാം പദം 2ാം പദം ഒന്ന് പോകും. ഓക്കെ, അപ്പൊ എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ 8ാം പദമാണ്. അടുത്തത് 12ാം പദം അല്ലെങ്കിൽ 12th ടേം. ഓക്കെ, എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ടേം കണ്ടുപിടിക്കാൻ പറ്റും എന്റെ ഇക്വേഷൻ അനുസരിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. x8 is equal to 12, x12 is equal to 8 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് വരും? 8 minus 12 divided by 12 minus 8 means xm minus xn divided by m minus n, അല്ലെങ്കിൽ xn minus xm divided by n minus 1. അതെങ്ങനെയാണ് എടുക്കുക നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ x12ൽ നിന്നാണ് x8 കുറയ്ക്കുന്നത്. 8 - 1 എന്ന് പറയുമ്പോൾ 12ാം പദത്തിൽ നിന്നും
8-ാം പദം കുറയ്ക്കുകയാണ്. അപ്പൊ താഴെ വരേണ്ട എങ്ങനെയായിരിക്കണം? 12 മൈനസ് 8 എന്നായിരിക്കണം. ശ്രദ്ധിക്കണം അതിന്റെ പൊസിഷൻ. അപ്പൊ മുകളിലെടുക്കുന്ന 8 ആ 8ന്റെ അതേ പൊസിഷൻ തന്നെയാണ് ആദ്യം നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത് 12. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര വരും? -4/4 ഈസിക്കൽ ടു -1. അപ്പൊ ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്ത് വേണം? ഫസ്റ്റ് ടേം വേണം, എഫ് വേണം. ഫസ്റ്റ് ടേം ആലോചിച്ച് നോക്കുക. 8-ാമത്തെ പദമാണ് തന്നിരിക്കുന്നത്. 8-ാമത്തെ പദം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദത്തിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോ പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. കുറച്ച് നോക്കിയത് 8-1 എത്ര? 7. അപ്പൊ 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും അല്ലെ? അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എഫ് കണ്ടുപിടിക്കാൻ 8-ാം പദത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 7 into d. 12 മൈനസ് 7 into -1 പറയുമ്പോൾ 12 പ്ലസ് 7 എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 into -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7. ഇവിടെ മൈനസ് എന്തായി പോവും? പ്ലസ് ആയി പോകും. -7 ഇവിടെ വന്ന് ഈ -1 പ്ലസ് ആയി പോകും. 12 + 7 19 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം എത്ര വന്നു? 19. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? xn is equal to dn plus f minus d എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് പഠിച്ചത്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. d എന്ന് പറഞ്ഞാൽ -1 ആണ്, f എന്ന് പറഞ്ഞാൽ 19 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -1 into n minus n. 19 minus -1 is 20. കുറയ്ക്കുമ്പോൾ എത്ര വരും? 20 minus n. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതാണ് എന്റെ എന്ത് ടേം അല്ലെങ്കിൽ അൽജിബ്രായിക് ഫോം. അത് ഏത് രൂപത്തിലാണ്? xn is equal to an plus b എന്നുള്ള ഫോം അല്ലേ? പറയുമ്പോൾ n ഉള്ള ഒരു പദവും ഉണ്ട്, n ഇല്ലാത്ത പദവും ഉണ്ട്. അതാണ് an plus b കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഫോമിൽ തന്നെ കിട്ടി. ആ ജനറൽ ഫോം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഫസ്റ്റ് ടൈം ഒക്കെ ഇതിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഒരു എന്ത് ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൽജിബ്ര കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ വില പറക്കിയിട്ട് കൊടുത്താൽ മതി. പക്ഷെ ആ ഇക്വേഷനിലോട് എത്തണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണമെന്ന് ആലോചിക്കുക. എന്ത് വേണം? കോമൺ ഡിഫറൻസും വേണം, ഫസ്റ്റ് ടേമും വേണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടേം 1/3. ആദ്യ പദം 1/3 അല്ലെങ്കിൽ 3/1. പൊതുവ്യത്യാസം എത്രയാണ്? 1/6 അല്ലെങ്കിൽ 6/1 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ NL സംഖ്യകളും ഉണ്ടെന്ന് തെളിയിക്കുന്നു. വേറൊന്നുമില്ല, 3/1, 6/1. 3/1 പറയുമ്പോൾ അതിന്റെ ആദ്യ പദവും പൊതുവ്യത്യാസം 6/1. 1/3, 1/6. 1/3 ഫസ്റ്റ് ടേമും 1/6 കോമൺ ഡിഫറൻസുമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയിൽ എന്ത് വേണം? NL സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് പറയാം. കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ തെളിയിച്ചാൽ മതി. പ്രൂഫാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സമാന്തര ശ്രേണിയുടെ ഒരു പൊതുവായ രൂപം എനിക്ക് വേണം. ആ സമാന്തര ശ്രേണിയുടെ പൊതുവായ രൂപം വേണമെങ്കിൽ അതിന്റെ എന്ത് ടേം വേണം? അത് ചോദിച്ചിട്ടില്ല. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ശ്രേണിയിൽ ഇങ്ങനെ പദങ്ങൾ ഉണ്ടോ തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന എന്ത് ടേം കണ്ടുപിടിച്ച് നോക്കുക ഫസ്റ്റ് ടൈം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 1/3. കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അങ്ങനെ എന്ത് ടേം കണ്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ട. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. d എന്ന് പറയാൻ 1/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/6 into n. f ഉണ്ട് 1/3, 1/6. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? n/6 എന്ന് എഴുതാം. ഇത് കുറയ്ക്കാൻ അറിഞ്ഞിരിക്കണം. 1/3 നിന്നും 1/6 കുറയ്ക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 6 അടുത്ത മൈനസ് എത്ര വരും? 1 into 3. 6 - 3 ഡിവൈഡ് ബൈ എത്ര വരും? 3 into 6 18. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 6 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. 3/18. ഇതിനെ ഒന്ന് ചെറുതാക്കുമ്പോൾ എത്ര വരും? 3 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 1/6. അതാണ് 1/6 വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറുതാക്കുമ്പോൾ എനിക്ക് എന്ത് വന്നു? n + 1/6 എന്ന് വന്നു. ഓക്കെ, n + 1/6 എന്നാണ് വന്നത്. നമുക്ക് അതിനെങ്ങനെ എഴുതാം? നോക്കെ, അതിനകത്ത് n + 1/6 ആണ്. സോറി, n + 1/6 ആണ്. n + 1/6 എന്ന് വരും. അതായത് n/6 + 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എനിക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ n + 1 ഡിവൈഡ് ബൈ 6 എന്ന് വരും. n + 1 ഡിവൈഡ് ബൈ 6. ഇതിപ്പോ എഴുതുമ്പോൾ ഇങ്ങനെയാണ് നടന്നത്. n +
1 ഡിവൈഡ് ബൈ 6. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ n+1 ഡിവൈഡ് ഇത് ഡിവിഷന്റെ സിമ്പിൾ ആണ്. അപ്പൊ n+1 ഡിവൈഡ് ബൈ 6 എന്ന് വരും. ഇതാണ് അതിന്റെ എന്ത് ടേം. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു സമാന്തര ശ്രേണിയുടെ എന്ത് ടേമിൽ നിന്നും ആ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ മുഴുവൻ ടേമുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എണ്ണൽ സംഖ്യകൾ ഉണ്ടോ, എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള കാര്യം ഇതാണ്. അത് അങ്ങോട്ട് നോക്കാം. അപ്പം വേറൊന്നുമില്ല, ഇനി എന്നിന് വിലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഓരോ പദങ്ങൾ കിട്ടും. ഇപ്പൊ n=5 മീൻസ് എന്നിന് 5 എന്ന് പറയുമ്പോൾ അർത്ഥം 5ആം പദം എന്നാണ്. നോക്കി വിലയിട്ട് കൊടുക്കുമ്പോൾ എത്ര വരും? ഓൾ n+1 ആണ്. 5+1 ഡിവൈഡ് ബൈ 6. എന്നിന് 11 കൊടുക്കുമ്പോൾ വില എത്ര വരും? 11+1 ഡിവൈഡ് ബൈ 6 2. എന്നിന് 18 കൊടുക്കുമ്പോൾ എന്ത് വരും? 17+1 ഡിവൈഡ് ബൈ 6 3. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും എന്താ? ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ടേംസ് ഓഫ് ദി സീക്വൻസ് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ n=1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. n=2 ഇട്ട് കൊടുക്കാം, n=3 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ n=1 ഇട്ട് കൊടുത്താലാണ് 1ആം പദം കിട്ടുന്നത്. n=2 ഇട്ട് 2ആം പദം കിട്ടും. പക്ഷെ n=1 ഇട്ട് കൊടുക്കുമ്പോഴും n=2 ഇട്ട് കൊടുക്കുമ്പോഴും എന്ത് വരുന്നില്ല? നാച്ചുറൽ നമ്പേഴ്സ് വരുന്നില്ല, അതൊരു ഫ്രാക്ഷൻ ആയിട്ട് നിൽക്കും. പക്ഷെ n=5 ആവുമ്പോഴും 11 ആവുമ്പോഴും 17 ആവുമ്പോഴും എന്ത് വരുന്നുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് അടുത്തടുത്ത് വരുന്നില്ല, പക്ഷെ അത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആയി. അപ്പം ഇതിനകത്ത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 5ആം പദം 11ആം പദം 17ആം പദം അടുത്ത എത്ര വരും? അടുത്ത എത്രയാണ്? 24 ആണ്. 24 ഡിവൈഡ് ബൈ 6 വന്നാൽ എത്ര വരും? 4 വരും. അപ്പൊ n=23 അല്ലെ? ഇവിടുത്തെ വ്യത്യാസം നോക്കിയാൽ മതി. 6 അല്ലേ വ്യത്യാസം? അല്ലെ, 5+6 അല്ലേ 11. അപ്പൊ 17+6 എത്ര? എന്നിന്റെ 23 ആവുമ്പോൾ എത്ര വരും? അത് എണ്ണൽ സംഖ്യകൾ വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.